ഇടുക്കി പെരുവന്താനത്ത് വീട്ടമ്മയെ വീടിനുള്ളിൽ കഴുത്തെടുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ റിപ്പോർട്ടാണ് ക്രൈം റിപ്പോർട്ട് നമ്പർ 1. ആനച്ചേരി കൊട്ടാരത്തിൽ വീട്ടിൽ മേരിയാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് ദേവസ്യയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്ഥിരം മദ്യപാനിയായ ഇയാൾ വീട്ടിൽ വഴക്കുണ്ടാക്കുക പതിവായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ആദ്യം കുറ്റം നിഷേധിച്ചെങ്കിലും വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചതായും പോലീസ് അറിയിക്കുന്നു. അയൽവാസിയായ വീട്ടമ്മയാണ് മൃതദേഹം ആദ്യം കണ്ടത്. കഴുത്തിന് ആഴത്തിൽ വെട്ടേറ്റ് ചോര വാർന്ന നിലയിൽ കട്ടിലിൽ കിടക്കുകയായിരുന്നു മൃതദേഹം. ഭിത്തിയിൽ ചോര ചിതറിത്തെറിച്ചതിന്റെ പാടുകളുമുണ്ട്. നാട്ടുകാർ വിവരമറിയിച്ചതിനനുസരിച്ച് പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഭർത്താവിന്റെ വിശദീകരണത്തിൽ സംശയം തോന്നിയ പോലീസ് ഇയാളെ ആദ്യം കസ്റ്റഡിയിലെടുത്തു. വിശദമായ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു. അദ്ദേഹമാണത് ചെയ്ത് എന്ന രീതിയിലുള്ള സൂചനയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രതിയും നിലവിൽ കസ്റ്റഡിയിലുണ്ട്. ബാക്കി കാര്യങ്ങൾ അന്വേഷണത്തിലാണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ല. കാരണം അന്വേഷണത്തിൽ മാത്രമേ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കൂ. 11 മണിക്ക് ശേഷം എന്ന രീതിയിലാണ് സൂചന ലഭിച്ചിരിക്കുന്നത്. അത് നമുക്ക് സയൻറ്റിഫിക്കായിട്ട് ഇനി അതിൻ്റെ എവിഡൻസും മറ്റു കാര്യങ്ങളും എടുത്ത് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. സ്ഥിരം മദ്യപാനിയായ ദേവസ്യ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നതും ഭാര്യയെ മർദ്ദിക്കുന്നതും പതിവായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു. രാത്രി 11 മണിയോടെയാണ് കൊലപാതകം നടന്നത്. കൊലപാതകത്തിന് ശേഷം അയൽ വീടുകളിലെത്തി ഭാര്യ സ്വയം ജീവനൊടുക്കിയതായി ഇയാൾ പറഞ്ഞിരുന്നു. എന്നാൽ ദേവസ്യ മദ്യലഹരിയിലായിരുന്നതിനാൽ അയൽവാസികൾ ഇത് വിശ്വസിച്ചില്ല. കൊല്ലപ്പെട്ട മേരിയുടെ സുഹൃത്തും അയൽവാസിയുമായ വീട്ടമ്മ അന്വേഷിച്ചെത്തിയപ്പോഴാണ് രാവിലെ മൃതദേഹം കണ്ടത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ദേവസ്യയെ നാളെ കോടതിയിൽ ഹാജരാക്കും. ഇവർക്ക് 3 പെൺമക്കളുണ്ട്. 3 പേരെയും വിവാഹം ചെയ്ത് അയച്ചതിനാൽ ഇരുവരും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ദില്ലി എയിംസ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ബാലികയുടെ വൃക്കകൾ കാണാതായതായി പരാതി. ഇടതുവൃക്കയിൽ വീക്കമുണ്ടായതിനെ തുടർന്ന് ശസ്ത്രക്രിയ നടത്തിയ ബാലികയുടെ ഇരുവൃക്കകളും കാണുന്നില്ലെന്ന് കാണിച്ച് കുട്ടിയുടെ അച്ഛൻ ഹൗസ് ഖാസ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഭവം ഗൗരവമുള്ളതായതിനാൽ എയിംസ് അധികൃതരും അന്വേഷണം പ്രഖ്യാപിച്ചു. ഇടതുവൃക്കയിൽ വീക്കം കണ്ടെത്തിയതിനെ തുടർന്ന് എയിംസ് ആശുപത്രിയിൽ കഴിഞ്ഞ മാർച്ച് 14 ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയ 6 വയസ്സുകാരിയുടെ ഇരുവൃക്കകളും കാണുന്നില്ലെന്നാണ് പരാതിയിൽ പറയുന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുട്ടിക്ക് ശക്തമായ വയറുവേദന ഉണ്ടായെന്നും തുടർന്ന് CT സ്കാൻ നടത്തിയെന്നും അതിലൂടെയാണ് ഇരുവൃക്കകളും കാണാനില്ലെന്ന് മനസ്സിലായെന്നും പരാതിയിൽ പറയുന്നു. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറോട് പരാതി പറഞ്ഞെങ്കിലും കൃത്യമായ മറുപടി ലഭിച്ചില്ലെന്ന് കാണിച്ചാണ് UP സ്വദേശിയും കുട്ടിയുടെ പിതാവുമായ പവൻകുമാർ പോലീസിൽ പരാതി നൽകിയത്. എയിംസ് അധികൃതരോടും പരാതിപ്പെട്ടിരുന്നെങ്കിലും അവരും പ്രതികരിച്ചില്ല. കഴിഞ്ഞ ഡിസംബർ 8-നായിരുന്നു കുട്ടിയെ ആദ്യമായി എയിംസിലെ ഡോക്ടർ പരിശോധിച്ചത്. ആദ്യ റിപ്പോർട്ടിൽ വലതുവൃക്കയ്ക്ക് കുഴപ്പമില്ലെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്ന് കുട്ടികളുടെ വിഭാഗത്തിലെ വിദഗ്ധന്റെ നിർദ്ദേശപ്രകാരമാണ് മാർച്ച് 14-ന് ശസ്ത്രക്രിയ നടത്തിയത്. പരാതി ലഭിച്ച ഹൗസ് ഖാസ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പരാതി ഗൗരവമുള്ളതാണെന്ന് കണ്ടെത്തിയ എയിംസ് അധികൃതർ ഉന്നതതല അന്വേഷണത്തിന് ഒരു സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ബംഗളൂരുവിൽ നിന്ന് കടത്തുകയായിരുന്ന 1.5 കോടിയോളം വരുന്ന കുഴൽപ്പണം താമരശ്ശേരി പോലീസ് പിടികൂടിയ വാർത്തയാണ് ഇനി. രഹസ്യ വിവരത്തെ തുടർന്ന് സ്വകാര്യ ബസ്സുകളിൽ നടത്തിയ പരിശോധനയിലാണ് കോഴിക്കോട്ടേക്ക് കടത്തുകയായിരുന്ന കുഴൽപ്പണം പിടിച്ചെടുത്തത്. മഹാരാഷ്ട്ര സ്വദേശികളായ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബംഗളൂരിൽ നിന്നും സ്വകാര്യ ബസ്സിൽ കുഴൽപ്പണം കടത്തുന്നുവെന്ന രഹസ്യവിവരത്തെ തുടർന്ന് താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കുഴൽപ്പണം പിടികൂടിയത്. വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെ പുതുപ്പാടിയിലെത്തിയ സ്വകാര്യ ബസ്സുകളിൽ നിന്നാണ് 1,42,47,000 രൂപയുടെ കുഴൽപ്പണം പോലീസ് പിടികൂടിയത്. പണവുമായി വന്ന മഹാരാഷ്ട്ര സ്വദേശികളായ കിരൺ അനുമന്ത് പവാർ, ലക്ഷ്മൺ, സമാധാൻ ദിലീപ്, വിനോദ് കുഡ്ലി ബാബർ എന്നിവരാണ് പോലീസ് പിടിയിലായത്. പ്രത്യേകതരം ജാക്കറ്റിൽ പണം നിറച്ച ശേഷം ശരീരത്തിൽ കെട്ടിവെച്ചായിരുന്നു പണം കടത്താൻ ശ്രമിച്ചത്. 2 പ്രൈവറ്റ് ബസ്സുകളിൽ നിന്നും 4, ഒരു ബസ്സിൽ നിന്ന് 2 പേര് വെച്ച് 2 പ്രൈവറ്റ് ബസ്സുകളിൽ നിന്നും 4 പേര്, ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോടേക്ക് വരുന്ന ബസ്സായിരുന്നു. 4 പേരെ നമ്മൾ ഈ അൺഅക്കൗണ്ടഡ് മണിയായിട്ട് ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവരൊരു പ്രത്യേക തരത്തിലെ പൗച്ച് ഉണ്ടാക്കി അതിനകത്ത് ക്യാഷ് നിറച്ച് ശരീരത്ത് ഒരു ജാക്കറ്റ് പോലെ കെട്ടിയാണ് ഈ ക്യാഷ് കൊണ്ടുവന്നിരുന്നത്. മൊത്തം 1,42,47,000 രൂപ നമ്മൾ ഈ 4 പേരിൽ നിന്നായിട്ട് സീസ് ചെയ്തിട്ടുണ്ട്. എൻഫോഴ്സ്മെൻറ്റിനെയും ഇൻകം ടാക്സിനെയും വിവരറിയിച്ച് അവരിലെ ഉദ്യോഗസ്ഥർ വന്നിവരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇത് ബാംഗ്ലൂരിൽ നിന്ന് കൊടുത്തുവിട്ട പണമാണെന്നാണ് പറയുന്നത്. കോഴിക്കോട്ടേക്കാണ് പണം കടത്തുന്നതെന്നാണ് സംഘം പോലീസിന് മൊഴി നൽകിയത്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ സിറ്റി പോലീസിന് കൈമാറിയിട്ടുണ്ടെന്ന് കുഴൽപ്പണ വേട്ടയ്ക്ക് നേതൃത്വം നൽകിയ താമരശ്ശേരി ഡിവൈഎസ്പി PR ശ്രീകുമാർ പറഞ്ഞു. ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. എൻഫോഴ്സ്മെന്റും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരും താമരശ്ശേരിയിലെത്തി പ്രതികളെ ചോദ്യം ചെയ്തു.
4 പേരെയും പണവും താമരശ്ശേരി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊച്ചിയിൽ നിശാ പാർട്ടിക്കിടെ മയക്കുമരുന്ന് പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം ചലച്ചിത്ര നിർമ്മാതാവിലേക്ക്. പിടിയിലായ DJ പാർട്ടി മുഖ്യ സംഘാടകൻ മിഥുനിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കൊച്ചിയിലെ പ്രമുഖ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നടന്ന നിശാ പാർട്ടിക്കിടെ റഷ്യൻ സംഗീതജ്ഞൻ മാക്ലോ വാസ്ലി അടക്കം 7 പേർ ശനിയാഴ്ച പിടിയിലായിരുന്നു. ഇതിന് പിറകെ പിടിയിലായ DJ പാർട്ടിയുടെ മുഖ്യ സംഘാടകൻ കോക്കാച്ചി മിഥുൻ എന്ന മിഥുനിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ചലച്ചിത്ര നിർമ്മാതാവിലേക്ക് നീളുന്നത്. വിവിധയിടങ്ങളിലായി നിരവധി തവണ DJ പാർട്ടി സംഘടിപ്പിച്ചിരുന്നതായും കൊച്ചിയിലെ ഹോട്ടൽ ഉടമയും ചലച്ചിത്ര നിർമ്മാതാവുമായ വ്യക്തിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത് എന്നുമാണ് മിഥുൻ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ഗോവയിലെ സിനിമാ ഷൂട്ടിംഗ് മേളയ്ക്കിടെ ലഭിച്ച മയക്കുമരുന്നാണ് തന്റെ ഇടപ്പള്ളിയിലെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത് എന്നും മൊഴിയിലുണ്ട്. 4 വർഷം മുമ്പ് തട്ടേക്കാട് നടന്ന നിശാ പാർട്ടിക്കിടെ ഒരാൾ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ പ്രമുഖ നിർമ്മാതാവിനെയും മിഥുനെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം 18-നും കൊച്ചിയിൽ നിശാ പാർട്ടി സംഘടിപ്പിച്ചിരുന്നതായും ഇതിൽ നിരവധി യുവ നടീനടന്മാർ പങ്കെടുത്തിരുന്നതായും മിഥുൻ മൊഴി നൽകിയിട്ടുണ്ട്. ഏതാനും മലയാള ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങളിലെത്തിയ മിഥുന് ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരുമായി അടുത്ത ബന്ധമാണുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊച്ചിയിൽ നിശാ പാർട്ടിക്കിടെ ലഹരിമരുന്ന് പിടികൂടിയ കേസ് അട്ടിമറിച്ചതായി ആക്ഷേപം. കേസിന് അന്തർദേശീയ ബന്ധമുണ്ടെന്ന സംശയം നിലനിൽക്കെ അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതടക്കമുള്ള സംഭവങ്ങളാണ് ആക്ഷേപത്തിന് ഇടയാക്കിയിരിക്കുന്നത്. കൊച്ചിയിലെ പ്രമുഖ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ നിശാ പാർട്ടിക്കിടെ പിടിയിലായ റഷ്യൻ സംഗീതജ്ഞൻ വാസ്ലി മാർക്കലോവ് അടക്കമുള്ള 7 പ്രതികൾക്കും കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ശനിയാഴ്ച രാത്രി പിടിയിലായവരിൽ 6 പേർക്ക് ഞായറാഴ്ച രാത്രിയോടെയും വാസ്ലിക്ക് തിങ്കളാഴ്ചയുമാണ് ജാമ്യം ലഭിച്ചത്. ഇവരിൽ നിന്ന് പിടികൂടിയത് തുച്ഛമായ അളവിലുള്ള വസ്തുക്കളായിരുന്നു എന്നതിനു പുറമെ പിടികൂടിയവ ലഹരിമരുന്നാണെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിയാത്തതുമായിരുന്നു ജാമ്യം ലഭിക്കാൻ കാരണമായത്. ഇക്കാര്യങ്ങളാണ് കേസ് അട്ടിമറിക്കപ്പെട്ടുവെന്ന ആക്ഷേപത്തിന് ഇടയാക്കിയിരിക്കുന്നത്. കൃത്യമായ ആസൂത്രണമില്ലാതെ നടത്തിയ റെയ്ഡിനിടെ ലഹരി വസ്തുക്കൾ എടുത്തുമാറ്റാൻ പ്രതികൾക്ക് അവസരം ലഭിച്ചുവെന്നും ജാമ്യം ലഭിക്കുന്ന കുറ്റങ്ങൾ മാത്രം ചുമത്തി പ്രതികളെ രക്ഷപ്പെടുത്തിയെന്നുമാണ് പോലീസിനകത്തുനിന്ന് തന്നെ ഉയർന്ന ആക്ഷേപം. സംഭവത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചുവെന്നാണ് വ്യക്തമാവുന്നത്. നേരത്തെ കൊച്ചിയിലെ മറ്റൊരു ഹോട്ടലിൽ നിന്നും ആഡംബര നൌക്കയിൽ നിന്നും ലഹരി വസ്തുക്കൾ പിടികൂടിയ കേസിന്റെ അന്വേഷണം എങ്ങുമെത്തിയിട്ടില്ല. കൂടാതെ കൊച്ചി കൊക്കൻ കേസും ഒതുക്കി തീർത്തു. ഇപ്പോൾ മറ്റൊരു മയക്കുമരുന്ന് കേസ് കൂടിയാണ് അവസാനിക്കാൻ പോകുന്നത്. അതേസമയം കേസിൽ അട്ടിമറിയുണ്ടായിട്ടില്ലെന്നും കൂടുതൽ ലഹരി വസ്തുക്കൾ പിടികൂടാൻ കഴിയാത്തതാണ് പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ ഇടയാക്കിയത് എന്നുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസ് വധക്കേസിൽ പ്രതി മുഹമ്മദ് നിസാമിന്റെ റിമാൻഡ് കാലാവധി നീട്ടി. കേസ് പരിഗണിക്കുന്ന തൃശൂർ സെഷൻസ് കോടതിയാണ് ജൂൺ 5 വരെ റിമാൻഡ് നീട്ടിയത്. നിസാമിന് ശാരീരിക വിഷമതകളുണ്ടെന്നും ആയുർവേദ ചികിത്സ ലഭ്യമാക്കണമെന്നും പ്രതിഭാഗം അഭിഭാഷകർ ആവശ്യപ്പെട്ടു. കേസിൽ കസ്റ്റഡിയിലുള്ള ആഡംബര കാറുകൾ വിട്ടുകിട്ടാനും പ്രതിഭാഗം അപേക്ഷ നൽകി. ഇക്കാര്യങ്ങൾ കോടതി ജൂൺ 5-ന് പരിഗണിക്കും. കേസ് സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയ ശേഷം ആദ്യമായാണ് പ്രതി മുഹമ്മദ് നിസാമിനെ കോടതിയിൽ ഹാജരാക്കിയത്. നിസാമിന് കാഴ്ചക്കുറവ്, ചെവിവേദന, പുറംവേദന തുടങ്ങിയ ശാരീരിക വിഷമതകൾ ഉണ്ടെന്നറിയിച്ച പ്രതിഭാഗം അഭിഭാഷകൻ ആയുർവേദ ചികിത്സ വേണം എന്ന് ആവശ്യപ്പെട്ടു. ഇതിനായി അപേക്ഷ സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു. പ്രതി നിസാമിന് ചെവിക്കും കണ്ണിനും നടുവിനും അസുഖം ഉണ്ട്. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ആയുർവേദ ചികിത്സയാണ് ജയിലിൽ നിന്ന് കൊടുക്കുന്നത്. അത് വിദഗ്ധ ചികിത്സ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കോടതി എഴുതി തയ്യാറാക്കിയ പെറ്റീഷൻ കൊടുത്ത് പ്രോസിക്യൂഷൻ്റെ കൂടി വാദം കേട്ട ശേഷം അതിൽ ഉചിതമായ തീരുമാനമെടുക്കാം എന്ന നിലയ്ക്ക് പറയുകയുണ്ടായി. കുറ്റപത്രത്തോടൊപ്പം ഹാജരാക്കിയ അനുബന്ധ രേഖകൾ ലഭിച്ചില്ലെന്ന പരാതി പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി. എന്നാൽ ഈ പരാതി ഹൈക്കോടതിക്ക് മുമ്പിലായതിനാൽ സെഷൻസ് കോടതി പരിഗണിച്ചില്ല. കേസിൽ കസ്റ്റഡിയിലുള്ള ആഡംബര വാഹനങ്ങൾ വിട്ടുകിട്ടാൻ പ്രതിഭാഗം അപേക്ഷ നൽകി. ഹമ്മർ കാറിനായി വാഹനയുടമയും ജാഗോർ കാറിനായി പ്രതി നിസാമുമാണ് അപേക്ഷ നൽകിയത്. നിസാമിന്റെ ചികിത്സാ അപേക്ഷയും വാഹനങ്ങൾ വിട്ടുകിട്ടണമെന്ന അപേക്ഷയും പരിഗണിക്കാൻ കേസ് ജൂൺ 5-ലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാറാമ്പുഴയിൽ ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി നരേന്ദ്രകുമാറുമായി പോലീസ് നാളെ സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തും. പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുപോകുമ്പോൾ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് പോലീസ് സംഘം. കഴിഞ്ഞ 17-ന് പുലർച്ചെയാണ് കോട്ടയം പാറമ്പുഴ തുരുത്തേൽ മൂലേപ്പറമ്പിൽ ലാൽസൺ, ഭാര്യ പ്രസന്ന, മകൻ പ്രവീൺലാൽ എന്നിവരെ വീടിന് സമീപത്തെ ഡ്രൈക്ലീനിംഗ് സ്ഥാപനത്തിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഉത്തർപ്രദേശിലെ ഫിറോസാബാദിൽ നിന്നുമാണ് പ്രതി നരേന്ദ്രകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൊല്ലപ്പെട്ട പ്രവീൺലാൽ നടത്തിയിരുന്ന ഡ്രൈക്ലീനിംഗ് സ്ഥാപനത്തിലെ തൊഴിലാളിയായിരുന്ന പ്രതിയെ അടുത്ത ദിവസം തന്നെ കൊലപാതകം നടന്ന ഡ്രൈക്ലീനിംഗ് സെന്ററിലും പാറമ്പുഴയിലെ വീട്ടിലും തെളിവെടുപ്പിനായി കൊണ്ടുവരും. കൊലപാതകം നടത്തിയ രീതി, 3 പേരെയും എങ്ങനെയാണ് കൊന്നത്, പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നീ കാര്യങ്ങളെല്ലാം പോലീസിന് മുന്നിൽ പ്രതി വ്യക്തമാക്കും. പിന്നീട് കൊലയ്ക്കുപയോഗിച്ച ആയുധം വാങ്ങിയ നഗരത്തിലെ കടയിലെത്തിച്ചും തെളിവെടുപ്പ് നടക്കും.
ഇപ്പോൾ മണർകാട് സ്റ്റേഷനിലെ സെല്ലിൽ പാർപ്പിച്ചിരിക്കുന്ന പ്രതിക്ക് സ്റ്റേഷനിലും കനത്ത സുരക്ഷയാണ് നൽകിയിട്ടുള്ളത്. 24 മണിക്കൂറും പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തെളിവെടുപ്പിനായി പ്രതിയെ പാറമ്പുഴയിൽ കൊണ്ടുവരുമ്പോൾ ജനങ്ങൾ പ്രതിക്കെതിരെ തിരിയാനും ആക്രമണത്തിനും സാധ്യതയുണ്ടെന്നുമുള്ള രഹസ്യ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കനത്ത സുരക്ഷാ സംവിധാനമാണ് പോലീസ് ഒരുക്കുന്നത്. പ്രതിയെ കൊണ്ടുവരുമ്പോൾ കൊലപാതകം നടന്ന പാറമ്പുഴയിലെ മൂലേപ്പറമ്പിൽ വീട് പോലീസ് വടം കെട്ടിത്തിരിച്ച് ജനങ്ങളെ നിയന്ത്രിക്കും. പോലീസ് വാഹനത്തിൽ അതീവ സുരക്ഷയോടെ എത്തിക്കുന്ന പ്രതിയെ വഴിയിലിറക്കി നടത്തിക്കൊണ്ടുപോകുന്നത് അത്ര സുരക്ഷയല്ല. അതിനാൽ പ്രതിയെ കൊണ്ടുവരുന്ന പോലീസ് വാഹനം വീടിനോട് ചേർത്ത് നിർത്തി പ്രതിയെ പോലീസ് വലയത്തിനുള്ളിലാക്കി ഇറക്കും. അന്വേഷണ ഉദ്യോഗസ്ഥർക്കും മാധ്യമപ്രവർത്തകർക്കും മാത്രമേ കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് പ്രവേശനമുള്ളൂ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാനത്തെ സ്കാനിംഗ് സെന്ററുകളിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധന. സംസ്ഥാനത്തെ 90ഓളം സ്കാനിംഗ് സെന്ററുകളിലും തിരുവനന്തപുരത്തെ 6 സ്കാനിംഗ് സെന്ററുകളിലും പരിശോധന നടത്തി. തിരുവനന്തപുരം IVS സമദ് ആശുപത്രിയുടെ സ്കാനിംഗ് സെന്റർ ആരോഗ്യവകുപ്പ് അധികൃതർ അടച്ചു. രേഖകളിലെ കൃത്രിമത്വവും സ്കാനിംഗ് സെന്ററുകളിലെ അപാകതയും കാരണമാണ് പൂട്ടിയത്. ഗർഭസ്ഥ ലിംഗനിർണയ സംവിധാനത്തിലെ പരാതിയിന്മേലും പരിശോധന തുടരുകയാണ്. സലീം രാജിന്റെ കളമശ്ശേരി ഭൂമി തട്ടിപ്പിന് ഇരയായവർക്ക് ഭൂനികുതി അടയ്ക്കാമെന്ന് ഹൈക്കോടതി ഉത്തരവ്. നികുതി അടയ്ക്കുന്നത് തടഞ്ഞ മുൻ ലാൻഡ് റവന്യൂ കമ്മീഷണർ TO സൂരജിന്റെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ഉടമസ്ഥാവകാശം സംബന്ധിച്ച് നടപടിയെടുക്കേണ്ടത് സിവിൽ കോടതിയാണെന്ന് ഹൈക്കോടതി വിലയിരുത്തി. സൂരജിന്റെ നടപടി ചോദ്യം ചെയ്ത് ഭൂ ഉടമകൾ സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. കളമശ്ശേരി പത്തടിപ്പാലത്തെ 25 കോടി രൂപയോളം വിലമതിക്കുന്ന ഭൂമിയുടെ തണ്ടപ്പേരും പോക്കുവരവും നേരത്തെ റദ്ദാക്കിയിരുന്നു. ഒപ്പം ഈ ഭൂമി സർക്കാരിലേക്ക് നിക്ഷിപ്തമാണ് എന്ന് വ്യക്തമാക്കിയായിരുന്നു 2012 ഒക്ടോബറിൽ ലാൻഡ് റവന്യൂ കമ്മീഷണറായിരുന്ന TO സൂരജ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. ഇതിനെതിരെ ഭൂവുടമ NA ഷരീഫയും മക്കളായ AK നാസർ, AK നൌഷാദ്, ഷിമിത നൌഷാദ് എന്നിവർ ഹൈക്കോടതിയെ സമീപിച്ച് പിന്നീട് സ്റ്റേ വാങ്ങുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാദം പൂർത്തിയാക്കിയാണ് ഭൂവുടമകളിൽ നിന്ന് കരം സ്വീകരിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. സൂരജ് നടത്തിയത് നിയമാനുസൃത നടപടികളായിരുന്നില്ല എന്ന് വിലയിരുത്തിയ കോടതി ഭൂമിയുടെ കരം സ്വീകരിക്കാൻ കണയന്നൂർ അഡീഷണൽ തഹസിൽദാറിനും തൃക്കാക്കര നോർത്ത് വില്ലേജർ ഓഫീസർക്കും നിർദ്ദേശം നൽകി. സിവിൽ കോടതിയാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് എന്നും കോടതി നിർദ്ദേശിച്ചു. തണ്ടപ്പേര് മാറ്റിയതുമായി ബന്ധപ്പെട്ട കേസിൽ CBIയുടെ അന്വേഷണം അന്തിമഘട്ടത്തിലാണ്. ഈ കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മുൻ ഗൺമാൻ സലീം രാജും TO സൂരജും പ്രതികളാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ബാർ കോഴക്കേസിലെ ദൃക്സാക്ഷി ഡ്രൈവർ അമ്പിളിയുടെ നുണപരിശോധനാ റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിൾ TVക്ക്. KM മാണിക്ക് ബാർ ഉടമകൾ പണം നൽകുന്നത് കണ്ടതായി നുണപരിശോധനാ റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചു. അതേസമയം ബാർ കോഴക്കേസിൽ ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹി റസീഫിന്റെ നുണപരിശോധനാ ഹർജി കോടതി തള്ളി. ബാർ കോഴക്കേസിൽ KM മാണിക്ക് കൈക്കൂലി പണം നൽകിയത് നേരിൽ കണ്ടതിന്റെ ഏക ദൃക്സാക്ഷിയായ ബിജു രമേശിന്റെ ഡ്രൈവർ അമ്പിളിയുടെ നുണപരിശോധനാ റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ അമ്പിളി മുമ്പ് നൽകിയ മൊഴി ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തായ നുണപരിശോധനാ റിപ്പോർട്ട്. നുണപരിശോധനാ വേളയിൽ ചോദിച്ച 15 ചോദ്യങ്ങളിൽ 13 ചോദ്യങ്ങൾക്കും yes എന്നായിരുന്നു അമ്പിളിയുടെ ഉത്തരം. പൂട്ടിയ ബാറുകൾ തുറക്കാൻ മന്ത്രിമാരെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും പണം നൽകി സ്വാധീനിക്കാൻ ബാർ ഉടമകൾ കൈക്കൊണ്ട തീരുമാനങ്ങളിലും ചർച്ചകളിലുമൊക്കെ സാക്ഷിയായിരുന്നുവെന്ന് അമ്പിളിയുടെ മൊഴിയിലുണ്ട്. 2014 ഏപ്രിൽ 1 മാണിക്ക് നൽകാൻ 35 ലക്ഷം രൂപ എണ്ണി തിട്ടപ്പെടുത്തി പിറ്റേ ദിവസം ബാർ ഓണേഴ്സ് അസോസിയേഷൻ പ്രതിനിധി രാജ്കുമാർ ഉണ്ണിയുമായി ചേർന്ന് KM മാണിയുടെ വീട്ടിലെത്തി പ്ലാസ്റ്റിക് ബാഗിലടങ്ങിയ പണം KM മാണിക്ക് കൈമാറുന്നത് കണ്ടുവെന്ന് അമ്പിളിയുടെ നുണപരിശോധനാ റിപ്പോർട്ടിലുണ്ട്. തുടർന്ന് ബാർ ഓണേഴ്സ് അസോസിയേഷൻ അംഗങ്ങൾ നടത്തിയ നിരവധി നിർണായക ചർച്ചകളിലും അമ്പിളിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. 3 ഘട്ടങ്ങളിലായി 1 കോടി രൂപ മാണിക്ക് കൈമാറിയതായി ബിജു രമേശ് മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു. ഇതിൽ ആദ്യഘട്ടത്തിൽ 35 ലക്ഷം രൂപയാണ് മാണിയുടെ വീട്ടിലെത്തി നൽകിയത്. ഇത് സംബന്ധിച്ച് 164 പ്രകാരം ബിജു രമേശും മുമ്പ് മൊഴി നൽകിയിരുന്നു. ഈ മാസം 18 അമ്പിളിയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയത്. നുണപരിശോധനയുടെ ഉള്ളടക്കം പുറത്തായതോടെ ബാർ കോഴക്കേസിൽ മാണിയുടെ പങ്കിന് കൂടുതൽ വ്യക്തത കൈവന്നിരിക്കുകയാണ്. ഇതിനിടയിൽ ബാർ കോഴക്കേസിൽ ഉൾപ്പെട്ട മന്ത്രി K ബാബുവിന് പണം കൈമാറുന്നത് നേരിൽ കണ്ട ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധി മുഹമ്മദ് റസീഫും നുണപരിശോധനയ്ക്ക് സന്നദ്ധത അറിയിച്ച് വിജിലൻസ് കോടതിയെ സമീപിച്ചെങ്കിലും അപേക്ഷ കോടതി തള്ളി. അന്വേഷണ സംഘം ആവശ്യപ്പെടാതെ നുണപരിശോധന അനുവദിക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി. VJ മനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിയൂർ ജയിലിൽ റിമാൻഡ് തടവുകാരൻ മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. അടിയന്തര റിപ്പോർട്ട് ഹാജരാക്കാൻ കമ്മീഷൻ ജയിൽ സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി. ഞായറാഴ്ച പുലർച്ചെയാണ് എറണാകുളം അയ്യമ്പുഴ സ്വദേശി ജോമേഷ് ജയിലിൽ മരിച്ചത്. റിമാൻഡ് പ്രതി ജയിലിനുള്ളിൽ മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ ജൂൺ 22 റിപ്പോർട്ട് ഹാജരാക്കാൻ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം ജസ്റ്റിസ് R നടരാജൻ വിയൂർ ജയിൽ സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി. ജനുവരി മുതൽ വിയൂർ ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞ എറണാകുളം അയ്യമ്പുഴ സ്വദേശി ജോമേഷാണ് ഞായറാഴ്ച പുലർച്ചെ മരിച്ചത്.
പനിയും നെഞ്ചുവേദനയും ബാധിച്ച ഇയാൾ ജയിലാശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്നാണ് അധികൃതരുടെ വിശദീകരണം. മരണമറിഞ്ഞെത്തിയ ബന്ധുക്കൾ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് പീപ്പിൾ ടിവിയോട് പ്രതികരിച്ചിരുന്നു. വാർത്തകൾ നിരീക്ഷിച്ച കമ്മീഷൻ കേസെടുക്കുകയായിരുന്നു. തടവുകാർക്ക് ആവശ്യമായ ചികിത്സയും പരിചരണവും ലഭിക്കുന്നില്ല എന്ന പരാതിയിൽ ജയിൽ അധികൃതരോട് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിരിക്കെയാണ് തടവുകാരന്റെ മരണം. ഇതേ ജയിലിൽ TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് മർദ്ദനമേറ്റത് വിവാദമായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പോലീസിൽ അഴിമതിയുണ്ടെന്ന് ജയിൽ DGP TP സെൻകുമാർ. ഇത് പൂച്ച കണ്ണടച്ച് പാൽ കുടിക്കുന്നത് പോലെയെന്നും മറ്റുള്ളവർ അറിയുന്നില്ലെന്നും സെൻകുമാർ പറഞ്ഞു. പോലീസുകാരെ നന്നാക്കാതെ താൻ ആ സ്ഥാനത്ത് തുടരുന്നതിൽ അർത്ഥമില്ലെന്നും സെൻകുമാർ വ്യക്തമാക്കി. DGP ബാലസുബ്രഹ്മണ്യം വിരമിക്കുമ്പോൾ സംസ്ഥാന പോലീസിന്റെ ചുമതല ഏൽക്കാനിരിക്കെയാണ് സെൻകുമാറിന്റെ അഭിപ്രായ പ്രകടനം. പോലീസ് ചെയ്യുന്ന പ്രധാന പണി, ഞാൻ ജനമൈത്രിക്ക് എതിരല്ല, പക്ഷേ ഹോട്ടൽ നടത്തിയാണ് ജനമൈത്രി പോലീസ് ജനമൈത്രി നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എതിരാണ്. പോലീസിന്റെ ജനമൈത്രി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ പോലീസ് ജോലികൾ ചെയ്യുന്നതായിരിക്കും. അത് ചെയ്തിട്ടുള്ള മറ്റു കാര്യങ്ങൾ, അതുപോലെ മറ്റു കാര്യങ്ങളാണെങ്കിൽ അത് പോലീസ് ജോലിയോട് ബന്ധപ്പെടുത്തിയായിരിക്കും. ഹോട്ടലിൽ നടത്താനും ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കാനും പോകുന്നത് പോലീസിന്റെ ജോലിയല്ല, പോലീസിന്റെ ജോലിയാണ്. എത്ര നാളായി നിങ്ങളുടെ അവിടെ ഇൻസ്പെക്ഷൻ നടന്നിട്ട്? എത്ര നാളുകളായി പോലീസ് സ്റ്റേഷൻ ശരിയായ രീതിയിൽ ഇൻസ്പെക്ഷൻ നടത്തിയിട്ട്? ആറന്മുള വിമാനത്താവള കമ്പനിക്കെതിരെ മിച്ചഭൂമി കേസിന്റെ നടത്തിപ്പ് ഉദ്യോഗസ്ഥനെ റവന്യൂ മന്ത്രി ഇടപെട്ട് സ്ഥലം മാറ്റി. ഡെപ്യൂട്ടി കളക്ടർ ജയസിംഗിനെ കണ്ണൂർക്കാണ് സ്ഥലം മാറ്റിയത്. ഇതോടെ KGS കമ്പനിക്കെതിരെയുള്ള മിച്ചഭൂമി നടപടികൾ അവതാളത്തിലായി. പത്തനംതിട്ടയിൽ നിന്ന് ലെസ്ലി ജോണിന്റെ റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ആറന്മുള വിമാനത്താവള കമ്പനിയായ KGSനെതിരെ മിച്ചഭൂമി കേസ് നടപടികളുമായി മുൻപോട്ട് പോയ പത്തനംതിട്ട ഡെപ്യൂട്ടി കളക്ടറെയാണ് റവന്യൂ മന്ത്രി നേരിട്ടിടപെട്ട് കണ്ണൂരിലേക്ക് സ്ഥലം മാറ്റിയത്. നിലവിൽ 107 ഏക്കർ ഭൂമി KGSന്റെ കൈവശമുണ്ടെന്ന് കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹം ഹൈക്കോടതിയെ അറിയിച്ചത്. ഡെപ്യൂട്ടി കളക്ടറെ സ്ഥലം മാറ്റിയതോടെ കമ്പനിക്കെതിരായ മിച്ചഭൂമി കേസാണ് തൃശങ്കുവിലായത്. അങ്ങനെ എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇന്ന കാരണത്തിലാണെന്നുള്ളത്. എനിക്ക് ആകെയുള്ള ഇതെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ കോന്നിയടുത്തുള്ള എല്ലാ താലൂക്ക് ലാൻഡ് ബോർഡിൻ്റെയും ചെയർമാനായിരുന്നു. അതിന് ചെയർമാൻ എന്ന രീതിയിൽ ഉള്ള മിച്ചഭൂമി കേസുകൾ കൈകാര്യം ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ആറന്മുളയുടെ മിച്ചഭൂമി കേസ് 28-ാം തീയതി, ഇന്നിപ്പോൾ 26 മറ്റന്നാളിൽ നമ്മൾ തീരുമാനമെടുക്കത്തക്കോലെ വെച്ചിരിക്കുമായിരുന്നു. അതിൻ്റെ ഫൈനലായിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ടതുണ്ടായിരുന്നു. പിന്നെ അതുമായിട്ട് ബന്ധമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ എന്നോട് എനിക്ക് എന്തുകൊണ്ട് മാറ്റി എന്നുള്ളതിനെ പറ്റി ആരും സൂചനയാരും തന്നിട്ടില്ല. എന്നാൽ റവന്യൂ മന്ത്രി അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളാണ് സ്ഥലമാറ്റത്തിന് കാരണമായതെന്നാണ് സൂചന. ഡെപ്യൂട്ടി കളക്ടറെ മന്ത്രി പങ്കെടുത്ത യോഗത്തിൽ വിളിച്ചു വരുത്തി മുൻപ് ശകാരിക്കുകയും താക്കീത് ചെയ്യുകയും ചെയ്തിരുന്നു. ഭൂരഹിത കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഡെപ്യൂട്ടി കളക്ടർക്കെതിരെ മന്ത്രിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ താക്കീത്. നിലവിൽ KGS കമ്പനിയുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ കോടതിയലക്ഷ്യ കേസ് നേരിടുകയും ആറന്മുള വിമാനത്താവള വിരുദ്ധ ഏകോപന സമിതി കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് കമ്പനിക്കെതിരെ മിച്ചഭൂമി കേസിൽ നടപടി സ്വീകരിക്കേണ്ട ഉദ്യോഗസ്ഥനെ കണ്ണൂരിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.